കുഴപ്പത്തോടിക്കനെ കണ്ണിയത്ത് അടിച്ചു. കുഴപ്പത്തോടിക്ക ഖാൻ ബഹദൂറിനെ അടിച്ചു. ആര്? കണ്ണിയത്ത്. ആ വിവരം പുറത്ത് എങ്ങനെയോ പുറത്തായി. അപ്പോഴത്തിന് കുഴപ്പത്തോടിക്കൻ്റെ ഖാൻ ബഹദൂറല്ലേ, വലിയ കൂട്ടരല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി മൂലരെ തിരിച്ചല്ലാണെന്ന് പറഞ്ഞു. അപ്പം എന്താ കാരണം? മാതൃഭൂമി പത്രം കൊണ്ട് തൊക്കിരിച്ചാണ് പള്ളിയേക്ക് പോയി. കുഴപ്പത്തോടിക്ക അപ്പം പള്ളി കുത്തിരുന്നാണ്ടാണ് എന്ത് വായിക്കണത്? പത്രം വായിക്കണം. അപ്പോൾ കണ്ണീർ തന്നപ്പോൾ പത്രം വായിക്കാൻ പള്ളിയിൽ വെച്ചാണ് പത്രം വായിക്കാണ് കുഴപ്പത്തോടിക്ക. അത് പറഞ്ഞത് പള്ളിയാണ്. നമസ്കാരത്തിന് ഖുർആൻ സ്ഥലമാണ് പത്രം വായിക്കാൻ കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം ഖാൻ ബഹദൂർ അങ്ങനെ തന്നെ വന്നു. പള്ളിയിൽ പത്രം വായിച്ചു. അപ്പൊ കണ്ണീത് ഒന്നോട് കൊടുത്തു. എന്നോടല്ല ഇന്നലെ ഞാൻ പറഞ്ഞു പള്ളി പത്രം വായിക്കാൻ തിരിച്ചു. വീട്ടിൽ ചെന്നപ്പം കുടുംബക്കാർ കൂടി. ഖാൻ ബഹദൂർ പറഞ്ഞാൽ കൊല്ലാൻ അധികാരമുള്ള ആളാണ്. ബ്രിട്ടീഷുകാർ കൊല്ലാൻ അധികാരം കൊടുത്താണ്. ഈ ഒന്നുമില്ലാത്ത ഈച്ച കുറ്റി പോലത്തെ മൂലിയിൽ ഖാൻ ബഹദൂറിന് അധികാരമാണ്. ഖാൻ ബഹദൂറിൻ്റെ അടുത്ത് ആളുകൾ കൂടി. അവരൊക്കെ മാത്രമാണ് ഈ ഖാൻ ബഹദൂർ കുഴപ്പത്തോടിക്കൻ്റെ മാത്രമാണ് ഞാനീ പറഞ്ഞ കേട്ടോ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ വലിയ മനുഷ്യന്മാരാണ്, വലിയ മഹാന്മാരാണ്. എന്തുകൊണ്ട് മഹാന്മാരായിന്ന് കേട്ടു. അപ്പോൾ ഖാൻ ബഹദൂർ പറഞ്ഞു, എന്നെ ഒന്നാം ദിവസം മൂപ്പരെന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിക്കണേ ഇനി ഞാൻ പള്ളിയിൽ പത്രം വായിക്കൂല. പക്ഷേ ഇത് അടി കിട്ടേണ്ട തെറ്റാ. ഒന്നാം ദിവസം കണ്ണിയത്ത് അടിക്കൂല. അപ്പം ഞാൻ പിറ്റേന്ന് കരുതി കൂട്ടി പത്രം കൊണ്ട് പള്ളിയേക്ക് പോയതാ. അന്ന് എന്താണെങ്കിലും കണ്ണിയത്ത് അടിക്കും. ആലിമീങ്ങളെ തല്ലി കിട്ടിയാൽ ആ സ്ഥലം നരകത്ത് കിടക്കൂല എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കിട്ടിയ സ്ഥലമെങ്കിലും നരകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റേന്ന് ഞാൻ പത്രം മൂപ്പര് പേരിന്ന വയ്യ തന്നെ തുറന്നു വെച്ചു തരുന്നത്. അപ്പം പറഞ്ഞ മാതിരി തന്നെ എന്ത് അടി കിട്ടി. എനിക്കേതായാലും ഇപ്പം ആ സ്ഥലം ഞാൻ നരകത്ത് കിടക്കൂല. നിങ്ങൾക്ക് നരകത്ത് കിടക്കാതെ സ്ഥലം വല്ല തടിയിൽ വല്ല നരകത്ത് കിടക്കാതെ വേണമെങ്കിൽ നിങ്ങളും പത്രം കൊണ്ട് പള്ളിയൊക്കെ പോയിക്കൂടി. അല്ലാതെ കണ്ണിയത്തിന് ആ കള്ളാന് ഭയപ്പെടണം വെച്ചു. എങ്ങനെയുണ്ട്? ആ കാലത്തെ ഭൂലോക മുതലാളിമാർ ആ കുഴപ്പത്തോടിക്ക ഖാൻ ബഹദൂറിൻ്റെതാണ് മലബാർ മുഴുവനും. ആ മനുഷ്യന്മാർക്ക് അദബും ബഹുമാനുണ്ട്. ആരോട്? ആലിമീങ്ങളോടും സയ്യിദന്മാരോടും. നമുക്ക് എന്താ ഉള്ളത്? ഓർക്കില്ല, ഓർക്കില്ല, മൂല്യന്മാർക്കും പോകാനില്ല. അപ്പോൾ നശിച്ചു, അധപ്പതിച്ചു. ഈ അധപ്പതനം അതാണ്. ഇന്നത്തെ അധപ്പതനം എന്ന് പറഞ്ഞാൽ നമുക്ക് സിന്ദാബാദോ മുദ്രാവാക്യോ സംഘടനയോ ഇല്ലാത്തല്ല. പിന്നെന്താ പ്രശ്നം? അദബും ബഹുമാനവും നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. നോക്ക്, അടുത്ത് വരും. നോക്ക്. ഹബാഹു വജ്ദാഹു വഖറബതഹു ലിഹദ്റാതിഹിൽ അൽയാ വഅതാ വനയഫാ. ഹബാഹു നബിക്ക് അല്ലാഹു നൽകി, വജ്ദാഹു വീണ്ടും നൽകി, വഖറബതഹു അവിടുത്തെ ദാത്തിനെ, നബിയുടെ ദാത്തിനെ അല്ലാഹു അടുപ്പിച്ചു. എന്തിലേക്ക് അടുപ്പിച്ചു? എന്തിലേക്ക്? ലിഹദ്റതിഹിൽ അൽയാ, അല്ലാഹു അവൻ്റെ ഏറ്റവും വലിയ സന്നിധാനത്തിലേക്ക് അടുപ്പിച്ചു. വഅതാ വീണ്ടും നൽകി, വനയഫ വീണ്ടും കൂട്ടി നൽകി. പിന്നെ ഫഹു അവ്വലു തൗഹീദി അവ്വലു ഖാബിലി തജല്ലി യദാതിൽ ഹഖ് സഹ്സാഹ റഫ്റഫാ. ഫഹു ആ നബിയാണ് അവ്വലു തൗഹീദി. തൗഹീദിൻ്റെ അവ്വൽ പുണ്യ റസൂലാണ്. ഫഹു അവ്വൽ തൗഹീദ്, തൗഹീദിൻ്റെ അവ്വൽ പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതായത് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ആദ്യമായി സ്വീകരിച്ച ആളാണ് ആര്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഫഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വൽ തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കിയതിൽ ആദ്യത്തെ ആളാണ് പുണ്യ റസൂൽ. ആദ്യത്തെ ആൾ പുണ്യ റസൂൽ. അതായത് അള്ളാഹുവിനെ ഏകനാക്കൽ, ഏകനാക്കലാണല്ലോ തൗഹീദ്. അപ്പോൾ ഒരാൾ വേണമല്ലോ. അള്ളാഹു ഏകൻ, തൗഹീദ് ഏകനാക്കൽ. അപ്പോൾ ആദ്യമായി ഏകനാക്കിയ ആൾ ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. ഫഹു അവ്വലു തൗഹീദ് വ അവ്വലു ഖാബിലിൻ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ ആദ്യം സ്വീകരിച്ച ആളും പുണ്യ റസൂൽ തന്നെയാണ്. അപ്പോൾ ഫഹു അവ്വലു, ഫഹു എന്നിരിക്കുമ്പോൾ അവ്വലു തൗഹീദി അവ്വലു ഖാബിലി,
تجلي ذات الحق زهزاح رفرفا. തജല്ലിയ ദാത്തിൽ ഹഖ്, ഹഖ് തആലയുടെ വെളിവാകൽ എന്ന പ്രത്യേകമായ വെളിവാകലിൻ്റെ നിലയിൽ സഹ്സഹ, അത് നീങ്ങേണ്ടതിനെ തൊട്ട് നീങ്ങിയ നിലയിലും റഫ്റഫ, റഫ്റഫ അത് അത് റഫ്റഫ് എന്ന് പറഞ്ഞാൽ അത് അലങ്കൃതമാവുക. ഹരീറും റഫ്റഫ് എന്ന് പറയും. റഫ്റഫ് അതായത് പട്ട്, നല്ല അലങ്കൃതമായ പട്ട്. അപ്പോൾ തജല്ലിയ ദാത്തിൽ ഹഖ് റഫ്റഫ, അതായത് എല്ലാവിധ അല്ലാഹു അല്ലാത്തതിനെ തൊട്ട് പൂർണ്ണമായി അത് മാറി. ഇതാണ് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് എന്ന് പറഞ്ഞില്ലേ. അതായത് നരകത്തെ തൊട്ട് തെറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞതുപോലെ സഹ്സഹ, അതല്ലാത്തതിനെ തൊട്ട് തെറ്റിക്കപ്പെട്ടതായ നിലയിൽ തജല്ലിയ ദാത്തിൽ ഹഖ്, ഹഖ് തആലയുടെ ദാത്ത് വെളിവാകൽ പുണ്യ റസൂലിന് വെളിവായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഫ്റഫ അത് ഒരു അബ്ദിന് സ്വീകരിക്കാവുന്ന എല്ലാവിധ മഹത്വങ്ങളും വെളിവായ നിലയിലും, എല്ലാ ശുബഹാത്തുകളെ തൊട്ടും ഒഴിവായ നിലയിലും, എല്ലാ സ്വീകാര്യതകളും ഒരുമിച്ച് കൂട്ടിയതായ നിലയിലും ആ ഹഖ് തആലയുടെ ദാത്ത് പുണ്യ റസൂലിനെ വെളിപ്പെട്ടു. അപ്പോൾ ആ ദാത്തിനെ ആദ്യം സ്വീകരിച്ച ആളും, അത് ആ നിലക്ക് ആദ്യം സ്വീകരിച്ച ആളും പുണ്യ റസൂലാണ്, ആദ്യം തൗഹീദാക്കിയ ആളും പുണ്യ റസൂലാണ്. അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രാവിലെ മുഅ്മിനാവൻ, വൈകുന്നേരം കാഫിറാകും. നമുക്ക് തജല്ലിയ ദാത്തിൽ ഹഖ് സഹ്സഹ റഫ്റഫ, ആ ഒരവസ്ഥ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കുണ്ട്. തജല്ലിയ ദാത്തിൽ ഹഖ്, ദാത്തിൽ ഹഖ് വെളിപ്പെടൽ, അത് ഔലിയാക്കൾക്ക് വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിയിൽ നിന്ന് അവർക്ക് തൗഹീദ് വെളിപ്പെട്ടു. അപ്പോൾ അവർക്ക് സഹ്സഹ എന്ന അവസ്ഥയും റഫ്റഫ എന്ന അവസ്ഥയും ഉണ്ട്. എൻ്റെ ഫോട്ടോസ്റ്റാറ്റ്. എന്നാൽ അതിൻ്റെ പൂർണ്ണത പുണ്യ റസൂലിനാണ്. അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് പൂർണ്ണമായി അള്ളാഹു തആല വ്യക്തമാക്കുക, അതാണ് സഹ്സഹ. റഫ്റഫ എന്ന് പറഞ്ഞാലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം പൂർണ്ണമായി എടുത്ത നിലയിലും, അല്ലാത്തതിൽ നിന്ന് പൂർണ്ണമായി നീങ്ങിയ നിലയിലും, അതിൽ ഉള്ളടങ്ങേണ്ട കാര്യങ്ങളെ പൂർണ്ണമായി ഉള്ളടങ്ങിയ നിലയിലും ഹഖ് തആലയുടെ ദാത്ത് പുണ്യ റസൂലിന് വെളിപ്പെടുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് അള്ളാഹുവിനെ സ്വീകരിച്ചതും അള്ളാഹുവിനെ ആദ്യമായി തൗഹീദാക്കിയതും പുണ്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുവ അവ്വലു തൗഹീദി അവ്വലു ഖബലി തജല്ലി ദാത്തിൽ ഹഖ് സഹ്സഹ റഫ്റഫ വഅവ്വലു മൗജൂദിൻ വഅവ്വലു ഖാദിമി വഅവ്വലു മഖ്ദൂമിൻ ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ആൾ പുണ്യ റസൂലാണ്. വഅവ്വലു ഖാദിമിൻ, അള്ളാഹുവിന് ആദ്യമായി അള്ളാഹിൻ്റെ തൗഹീദിന് ഖിദ്മത്ത് കൊടുത്ത ആളും പുണ്യ റസൂലാണ്. വഅവ്വലു മഖ്ദൂമിൻ, മറ്റുള്ളവരിൽ നിന്ന് ആദ്യം ഖിദ്മത്ത് കിട്ടിയ ആളും പുണ്യ റസൂൽ തന്നെയാണ്. ഉതിഅ, മറ്റുള്ളവരിൽ നിന്ന് ഉതിഅ എന്ന് പറഞ്ഞാൽ വഴിപ്പെടുത്തപ്പെട്ട നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് വഴിപ്പാട് കിട്ടിയ ആദ്യത്തെ ആൾ പുണ്യ റസൂലാണ്. ഔതഹിഫ, സമ്മാനം ലഭിക്കപ്പെട്ട നിലയിലും. അതായത് ഏതൊരു സൃഷ്ടിയും ആ സൃഷ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച ഉടനെ സ്വല്ലല്ലാഹു അലാ മുത്ത റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലാത്തൊരു സൃഷ്ടിയും ഉണ്ടായിട്ടേയില്ല. അപ്പോൾ എല്ലാ സൃഷ്ടികളിൽ നിന്നും ആദ്യമായി വഴിപ്പെട്ട ആളും പുണ്യ റസൂലാണ്. വഴിപ്പാട് കിട്ടിയതും പുണ്യ റസൂലിനാണ്. ആദ്യം സമ്മാനം കിട്ടിയതും പുണ്യ റസൂലിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സമ്മാനം? ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി, മലക്കുകൾക്ക് സ്വലാത്ത് ചെല്ലൽ വാജിബാണ്. എന്തുകൊണ്ട്? മിൻ നൂരിഹി ഖുലിഖു, റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്നാണ് അവരെ പടക്കപ്പെട്ടവർ. അപ്പോൾ റസൂൽ അവർക്ക് ബാപ്പയാണ്, സബബിനാണല്ലോ ബാപ്പ എന്ന് പറയാം. മനസ്സിലായില്ല? ഇപ്പം ബാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ചില ആളുകളോട് ഇപ്പം ഇന്നലെ ഒരു കുട്ടിയോട് ഞാൻ പറയേണ്ടി വന്നു, മോളെ ഒരാളോട് പറയേണ്ടി വന്നു. അവിടെ നല്ല കുട്ടി തന്നെയാണ്, പക്ഷെ പറയേണ്ടി വന്നു. ഞാനായി പറഞ്ഞു, ബാപ്പ എന്താണെങ്കിൽ ബാപ്പയാണ്. അത് ബാപ്പ നമുക്ക് ഭക്ഷണം തരേണ്ടയോ, ബാപ്പ നമുക്ക് വസ്ത്രം വാങ്ങിത്തരേണ്ടയോ, മദ്രസയിലാക്കി തരേണ്ടയോ ഒന്നും ഇല്ലെങ്കിലും ആരെന്നെയാണ് ആ ബാപ്പയാണ്. എന്തുകൊണ്ട്? ബാപ്പ സബബാണ്, ബാപ്പ കാരണമാണ് ഇജുണ്ടായത്. എന്താണ് കാരണം? ബാപ്പാൻ്റെ നുത്ഫത്ത്. ബാപ്പാൻ്റെ നുത്ഫത്താണ് നിനക്ക് കാരണമെങ്കിൽ പറഞ്ഞോ. മലക്കിൻ്റെ കാരണം നൂറുൻ നബിയാണ്.
ഒമിൻ നൂരിഹി ഖുലിഖു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് അവരെ പടക്കപ്പെട്ടത്. അപ്പോൾ ബാപ്പാക്ക് നമ്മൾ ഖിദ്മത്തെടുക്കും പോലെ റസൂലാക്ക് ഖിദ്മത്തെടുക്കൽ മലക്കുകൾക്ക് നിർബന്ധമാണ്. അതാണ് ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലു. അതാണ് തിരിഞ്ഞാൽ നമ്മളും സ്വലാത്തടിയല്ലോ. മലക്കൾക്ക് ആദ്യത്തെ കാരണം പുണ്യ റസൂലാണ്. വഴിപ്പെടുത്തപ്പെട്ട നിലയിൽ ഇപ്പം എല്ലാവരും വഴിപ്പാട് സ്വീകരിച്ച ആദ്യത്തെ ആൾ പുണ്യ റസൂല. പൗത്രഹിഫ സമ്മാനം നൽകപ്പെട്ട നിലയിലും, അതായത് പുണ്യ റസൂലിൻ്റെ മാത്രം സനാവ് പറയുക. ആദം നബി പറഞ്ഞത് മുസ്തഫ നബിൻ്റെ സനാ ആണ്. ഒരു മഹ്ലൂക്കിന് ആദ്യമായി സനാ കിട്ടിയത് പുണ്യ റസൂലിനാണ്. അതാണ് ആദം നബി സ്വലാത്തി അല്ലി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി അള്ളാഹു അല്ലാത്ത ഒരാൾ സനാ ചെയ്ത് മുത്തുനബിയാണ്. ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലു. നോക്ക്, وأول موجود وأول خادم وأول مخدوم أطيعا وأطيفا. ആദ്യത്തെ മൗജൂദ് പുണ്യ റസൂലാണ്. അവ്വലു ഖാദിമിൻ, അള്ളാഹുവിൻ്റെ തൗഹീദിന് ആദ്യം സേവനം ചെയ്ത ആൾ പുണ്യ റസൂലാണ്. അവ്വലു മഖ്ദൂമിൻ, മറ്റുള്ളവരിൽ നിന്ന് സേവനം ആദ്യമായി ഇങ്ങോട്ട് കിട്ടിയ സൃഷ്ടിയും പുണ്യ റസൂലാണ്. മറ്റുള്ളവർ നിന്ന് വഴിപ്പാട് കിട്ടിയ ആദ്യത്തെ സൃഷ്ടി പുണ്യ റസൂലാണ്. സമ്മാനം ലഭിക്കപ്പെട്ട നിലയിലും ആദ്യമായി സമ്മാനം വാങ്ങിയ സൃഷ്ടിയും പുണ്യ റസൂലാണ്. അപ്പം എല്ലാവരും ആദ്യം അള്ളാഹു അല്ലാത്തൊരു മഖ്ലൂക്കിന് ആരെങ്കിലും എന്തെങ്കിലും ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅവ്വലു മദ്കൂരിൻ വഅവ്വലു ദാകിരി വഅൗഫാലൻ ആഖിറകൻ സിരിയൻ മുശറഫാ. വഅവ്വലു മദ്കൂരിൻ, അള്ളാഹു അല്ലാത്ത സൃഷ്ടി എന്ന നിലയിൽ ആദ്യം പറയപ്പെട്ട ആൾ മുഹമ്മദ് മുസ്തഫ. വഅവ്വലു ദാകിരിൻ, അള്ളാഹ് ആദ്യം പറഞ്ഞ സൃഷ്ടിയും മുഹമ്മദ് മുസ്തഫ. വഅൗഫാലനാ, ആ നബി നമുക്ക് പൂർത്തിയാക്കി തന്നു. ഖിർഖൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ. ഖിർഖൻ സരിയൻ മുശറഫൻ, സരിയൻ സരി എന്ന് പറഞ്ഞാൽ ശരി. നമുക്ക് ഔഫലന അള്ളാഹു റസൂൽ പൂർത്തിയാക്കി തന്നു ഖിർഖൻ, ദാനത്തെ. സരിയൻ, ദാനം കൊടുത്തതിൽ ഏറ്റവും നേതാവായ നിലയിലും പുണ്യ റസൂലാണ്. മുഷറഫൻ, ഷറഫാക്കപ്പെട്ട ആളായ നിലയിലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സൃഷ്ടി എന്ന നിലയിൽ പറയപ്പെട്ട ആൾ പുണ്യ റസൂലാണ്. വഅവ്വലു ദാകിരിൻ, ആദ്യമായി ദിക്ർ ചൊല്ലിയാളും പുണ്യ റസൂലാണ്. വഅവ്വലു മദ്കൂറിന്റെ അർത്ഥം എന്താ? ഒരു സൃഷ്ടി എന്ന നിലയിൽ ആദ്യം പറയപ്പെട്ട നബിന്റെ പേരാണ്. മനസ്സിലായില്ലേ? വഅവ്വലു ദാകിരിൻ, അള്ളാഹ് ആദ്യം പറഞ്ഞ ആളും ആരെന്നെയാണ്? പുണ്യ റസൂലാണ്. വഅൗഫാലന, അള്ളാഹ് റസൂൽ നമുക്ക് പൂർത്തിയാക്കി തന്നു. ലന, നമുക്ക് പൂർത്തിയാക്കി തന്നു. ഖിർഖൻ, ദാനത്തെ. സരിയൻ, ദാനം കൊടുത്തതിൽ നേതാവായ നിലയിൽ. മുഷറഫൻ, ഷറഫാക്കപ്പെട്ട നിലയിലും. അതായത് ദീന് ഹിദായത്ത് നമ്മളെ കൽബിലിടാൻ പുണ്യ റസൂൽ കാരണമായി. പിന്നെ എന്ത് എന്നൊന്ന് ചോദിക്കണ്ട, എന്തും ഈ ലോകത്ത് എന്തും പുണ്യ റസൂലിലൂടെ വന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ فأعطى لكل الخلق كل فضائل وأعطى لأهل الفضل فضلا ونفنفا. നബി കൊടുത്തു ലിക്കുല്ലിൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും കുല്ല ഫവാളിൽ, എല്ലാ ശ്രേഷ്ഠതകളും നബിയാണ് സൃഷ്ടികൾക്ക് കൊടുത്തത്. അതായത് നബിയിലൂടെയാണ് എല്ലാ ശ്രേഷ്ഠതയും എല്ലാവർക്കും വന്നത്, കിട്ടിയത്. വഅതാലി അഹ്ലിൽ ഫളി, ശ്രേഷ്ഠത ആളുകൾക്ക് നബി കൊടുത്തു. ഫളലൻ, ഫളലനെ വനഫ്നഫ, കൂട്ടി കൊടുക്കുകയും ചെയ്തു. ശ്രേഷ്ഠതയുടെ ആളുകൾക്ക് ശ്രേഷ്ഠത കൊടുത്തു, പിന്നെ കൂട്ടി കൊടുക്കുകയും ചെയ്തു. ഒക്കെ നബിയാണ്. ആരൊക്കെ നബിയോടടുത്തോ ഓലൊക്കെ മേലിയായി. ആരൊക്കെ നബിയോട് അടുത്തോ അവരൊക്കെ മേലിയായി. അപ്പം ഉലുൽ അസ്മിൽ അഞ്ച് നബിമാരാണ്. നബി അയച്ച പിന്നെ നാലിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ആളാരാ? എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ വാപ്പയാണ്. മറ്റൊരു കാസ്ഥാനല്ല, മറ്റ് ഖുവത്താണ്, സഹോദരന്മാരാണ്. ഇതാരാണ്? വാപ്പയാണ്. ഉലുൽ അസ്മി നബി കഴിഞ്ഞാൽ പിന്നെ നാലാളിൽ ഏറ്റവും പ്രധാനം ആരാണ്? ഇബ്രാഹിം നബി. എന്തുകൊണ്ട്? ആന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ബാപ്പാൻ്റെ ദുആന്റെ ഫലമാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ബാപ്പ എന്നുള്ള സ്ഥാനം അവിടെ ആർക്കേ ഉള്ളൂ. അപ്പോൾ ഇബ്രാഹിം നബി ഇബ്രാഹിം തന്നെയാണ്. എന്താ ഇബ്രാഹിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇബ്രാഹിം ബാപ്പ. ഈ മനസ്സിലായില്ല? ബാപ്പ
ബാപ്പ ജനത, അബുൽ ഖൗം എന്ന അർത്ഥമാണ്. ഒരു ജനതയുടെ ബാപ്പ, ഒരു ജനതയുടെ ബാപ്പ, ഒരു ജനതയുടെ ബാപ്പയായി അറിയപ്പെട്ടു ഇബ്രാഹിം നബി. എന്തുകൊണ്ട്? ആരെ ബാപ്പയാണ്? സുൽത്താൻ ബാപ്പയാണ്. എൻ്റെ ബാപ്പ എന്നാ എപ്പോഴും ഇബ്രാഹിം നബിയെ പറയും. അങ്ങനെ ദഅവത്തു അബി ഇബ്രാഹിം. അല്ലാഹു തആല അവരൊക്കെ സന്തോഷത്തിൽ കാണാൻ നാളെ നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ فأعطى لكل الخلق كل فضائل وأعطى لأهل الفضل فضلا ونفنفا. وأعطى لأهل الفضل ശ്രേഷ്ഠതയെ ആളുകൾക്ക് നബി കൊടുത്തു, ഫളലൻ ശ്രേഷ്ഠതയെ കൊടുത്തു, വനഫനഫ പിന്നെ കൂട്ടിയും കൊടുത്തു. ബിഹിബാന സിറുൽ കായിനാതി ഫആദമു ഫനൂഹുൻ വഇബ്രാഹീമു ഫൽകുല്ലു അത്ഹഫാ ഫൽകുല്ല അത്ഹഫാ. ബിഹി ആ നബിയെ കൊണ്ടാണ് ബാന വെളിവായി കിട്ടിയത് സിറുൽ കായിനാത്തി പ്രപഞ്ച വസ്തുക്കൾ അഖിലാണ്ട മണ്ഡലങ്ങളുടെയും രഹസ്യം. പ്രപഞ്ച മണ്ഡലങ്ങളുടെ അഖിലാണ്ട മണ്ഡലങ്ങളുടെയും രഹസ്യം ആരിലൂടെയാണ് വെളിവായത്? റസൂലുള്ളാഹി വെളിവായി. ആ രഹസ്യം റസൂൽ തന്നെയാണ്. പിന്നെ ആ നബിയെ കൊണ്ടാണ് ബാന വെളിവായത്. സിറുൽ കായിനാത്തി പ്രപഞ്ചാണ്ട കടാഹങ്ങളുടെ എല്ലാം രഹസ്യം. ഫആദമു അപ്പോൾ ആദമും നൂഹും ഇബ്രാഹിം ഇബ്രാഹിം ഫൽകുല്ല എല്ലാവർക്കും അത്ഹഫ നബി സമ്മാനം നൽകിയതാണ്. അവർക്കൊക്കെ സമ്മാനം, അവർക്കൊക്കെ ഹിദായത്തും വൽപ്പത്രവും കിട്ടാനുള്ള കാരണം ആരാണ്? റസൂലുള്ളാഹിനെ തൊട്ടത്. കൂടുതൽ തൊട്ടവർക്ക് കൂടുതൽ കിട്ടി. فموسى وإبراهيم نال به بان سر الكائنات فآدم فنوح وإبراهيم فالكل أتحفا. فموسى فعيسى ثم هبي محمد به يتحف حمل الأمانات والوفاء. فموسى എന്നിരിക്കുമ്പോൾ മൂസ ഫഈസ ഈസയും എല്ലാം അങ്ങനെ തന്നെയാണ്. ഹബ്ബി മുഹമ്മദു എൻ്റെ പ്രേമഭാജനമായ പുണ്യ റസൂൽ ബിഹി ആ നബിയെ കൊണ്ടാണ് ഉതഹിഫു ഇവർക്കെല്ലാം സമ്മാനം നൽകപ്പെട്ടത്. ഹംല എന്തിനെ? ഹംലൽ അമാനത്തി അമാനത്ത് എന്ന ഭാരം, അമാനത്ത് എന്ന ഭാരം ഇവരിലേക്കൊക്കെ അല്ലാഹു തആല ഏൽപ്പിച്ചത് അതിൻ്റെ ഇടയിൽ ഒരാൾ മനുഷ്യനുണ്ടല്ലോ എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് അമാനത്തിനെ കഴിഞ്ഞ കാലത്ത് പറഞ്ഞേ, അമാനത്ത് അല്ലാഹു തആല ഈ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയ കാര്യം നൽകിയത് എന്താ? അമാനത്ത്. ഈ അമാനത്ത് അള്ളാഹു ബലൊക്കെ അക്രമികളായിട്ടും അല്ലാഹു തആല അത് ഇവിടെ ഈ മനുഷ്യ സമൂഹത്തിന് കൊടുക്കാൻ കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അങ്ങനെ ആ ആളെ കൊണ്ടാണ് മറ്റവർക്കും കിട്ടിയത്. ബിഹി ആ നബിയെ കൊണ്ടാണ് ബിഹി ആ നബിയെ കൊണ്ടാണ് ഉതഹിഫു എല്ലാ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ സമ്മാനമായി നൽകപ്പെട്ടത്. എന്തിന്? ഹംലൽ അമാനത്തി അമാനത്തിന്റെ ഭാരം, വൽ വഫ വഫയുടെ ഭാരവും, വഫ പൂർത്തിയാക്കി വീട്ടൽ. ഇവരൊക്കെ ആ അമാനത്തെ ഏറ്റെടുക്കാൻ കാരണം അവരെ കൂടെ ആരുണ്ട്? റസൂലുണ്ട്. ഞാനും നിങ്ങളും നമ്മളൊരു 10 ആൾ പോകുക, നമ്മളൊരു 10 ആൾ പോകുക. അപ്പോൾ ഒരു 2 ആൾ പൊടിച്ച് പൊന്തിക്കേണ്ട ഒരു കല്ല് പൊന്തിക്കാൻ നമ്മളെ ഒരു പെരക്കാർ വിളിച്ചു. ആ കല്ലെന്ന് പറഞ്ഞാൽ പൊന്തിച്ച് മാറ്റിത്തരും നിങ്ങളെന്ന് ചോദിച്ചു നമ്മളോട്. ഞങ്ങൾക്ക് പള്ളാർ ചേർച്ചയും പത്തിരി അതും തരാം, 1000 ഉറുപ്പിയും തരാറും. അപ്പം നമ്മളെ കൂട്ടത്തിലെ ഈച്ചൻ്റെ അത്ര വലിപ്പമില്ലാത്തവൻ വരെ പറയും മതി ഞങ്ങൾ ശരിയാക്കി തരാം. എന്ത്? അതിൻ്റെ ഇടയിൽ ഒരുത്തുണ്ടാവും, ഓന് ഏത് പാറയും പൊന്തിക്കണോനാണ്. ഓനെ കണ്ടിട്ട് അബല് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് ഓനെ കൊണ്ടാണ്. മറ്റവർക്ക് അത് കഴിയൂല, മറ്റവർക്ക് 2 ബെഞ്ച് പിടിച്ചേക്കാൻ വരെ കഴിയൂല. ഇവൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പറഞ്ഞ ഈച്ചനെ പോലത്തെ 2 കിലോ പൊന്തിക്കാൻ കഴിയാത്തവനും എന്ത് പറയും? അതൊക്കെ എന്ന് ഞങ്ങളോട് പറയണം. അതൊക്കെ ഞങ്ങൾക്ക് ഈസിയാണ്. ഇവനതിനൊന്നും കഴിയൂല. പക്ഷെ ഇവൻ്റെ ഇടയിൽ ഒരാളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. അതാണ് അവൽപത്രം. പാമ്പ് അടിച്ചവൻ്റെ മയ്യത്തോണ്ടോന്ന് കണ്ടപ്പോൾ എന്ത് പറഞ്ഞ്? മറ്റേ മണ്ണര പറഞ്ഞു എന്ത്? ഞങ്ങൾ ജന്തുക്കളോട് കളിക്കരുത്, നല്ലോണം കരുതി കളിച്ചോളൂ. അതാണ് ഓരോ
അത്ഭുതം. ഞങ്ങൾ ഏജാദിനോട് കളിക്കരുത്. ഏജാദിനോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ആരത് പറയണ്? മണ്ണേര. കാരണം ഓന്റെ വർഗത്തിൽ ആരുണ്ട്? പാമ്പുണ്ടെന്ന അത്ഭുതനാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഹബീബ റസൂലുള്ളാഹിനെ പിന്നെ എല്ലാവരും സംഘം മല ഇറങ്ങി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബുസ്രയിലെ ചർച്ചിൻ്റെ മഠാധിപതി ബഹീറ എന്ത് വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. മരച്ചോട്ടിൽ വന്ന് ഉള്ള ആളുകളെ മുഴുവനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ബഹീർ അങ്ങനെ നോക്കുമ്പോൾ ആളില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നു ചോദിച്ചു. എല്ലാവരും വന്നു പറഞ്ഞു. ഇല്ല വന്നിട്ടില്ല പറഞ്ഞു. അല്ല വന്നു പറഞ്ഞു. ഇനിയൊരു കുട്ടി മാത്രമേ അവിടെ ബാക്കിയുള്ളൂ പറഞ്ഞു. ആ കുട്ടി പോരുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടി അവിടെ ഒട്ടക്കെട്ടിൻ്റെ അടുത്ത് അവിടെ കിടക്കുകയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടല്ല ഈ ഭക്ഷണം ഉണ്ടാക്കിയത്, അക്കുട്ടിനെ കണ്ടിട്ട്. കാരണം ആ കുട്ടി മലയിറങ്ങി വരുമ്പോൾ മേഘം തണലിടുന്നത് ഞാൻ കണ്ടു. അതിന് അന്ത്യപ്രവാചകനല്ലാത്ത ഒരാൾക്കും ആ മാത്രം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം എന്നതുപോലെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി അർത്ഥം വെച്ചൊക്കെ എളുപ്പം മനസ്സിലാവും. ഇപ്പം മൂസ എന്നിരിക്കുമ്പോൾ മൂസാ നബി, ഈസാ നബിയും, സുമഹിബി മുഹമ്മദ്, പിന്നെ എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫാൻ്റെ പ്രേമഭാചനുണ്ടല്ലോ ബിഹി, ആ നബിയെ കൊണ്ടാണ് ഉത്തഹിഫു ഈ മുൻ പറയപ്പെട്ട നബിമാർക്കെല്ലാം സമ്മാനം നൽകപ്പെട്ടത്. എന്തിന്? ഹംലൽ അമാനത്തി, അമാനത്തിൻ്റെ ഭാരത്തെ സമ്മാനമാക്കപ്പെട്ടത്. ഒൽ വഫ, വഫാഇൻ്റെയും വഫ പൂർത്തിയാക്കി വിട്ടുക. ഓ ഇബ്രാഹിം അല്ലദീ വഫാ, പൂർത്തിയാക്കിയ ഇബ്രാഹിം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇബ്രാഹിം നബിക്കുള്ള പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ഇബ്രാഹിം നബി ചാരി നിൽക്കുകയാണ് ആരുടെ അടുത്തിലേക്ക്? മുസ്തഫ നബിയിലേക്ക്.